الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പിർസത്തെ സഹോദരന്മാരെ സഹോദരിമാരെ, സർവലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കരെ സർവശക്തനായ അള്ളാഹുരെ നിയമനിർദ്ദേശന ജീവനത്തെ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് തഖ്വ ഉള്ള ഈമാനുള്ള വിശ്വാസിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുക ശ്രമിക്കണോ ചൊന്തു നസീഹത്ത് ആക്കിയുള്ള സ്വന്തത്തെ മറക്കാണ്ട് നിങ്ങൾ ഓരോരുത്തരുകയും വസിയത്താക്കിയുള്ള അത്തരത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന വിശ്വാസിമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആമുഖമായിട്ട് കേട്ടതുപോലെ ഒരു മുസ്ലിമറെ ജീവനത്തിൽ അവന് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണത്തെ അവൻ്റെ ജീവനത്തെ ഏറ്റവും വലിയ ഭാഗ ആയത്തെ ഒരു കെലിമത്തര വിഷയത്തിലായിട്ടിരിക്കുന്ന ഞങ്ങൾ ഉണ്ട് പഠിക്കുക കൊണ്ട്. ഇങ്ങനെ ഒരു വിഷയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിശദീകരണ അങ്ങനെയുള്ള വിഷയമുള്ള ചർച്ച ആക്കുമ്പോഴത്തുകൂ പഠിക്കുമ്പോഴത്തുകൂ സ്വാഭാവികമായിട്ടും രണ്ട് വിഭാഗ ആൽമാരെ നമുക്ക് കാണുക സാധ്യം. ഒന്ന് ഈ ഹഖീഖത്തിനെ സ്വീകരിക്കാത്ത ആൽമാർ, എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ യാഥാർത്ഥ്യം എന്തുണ്ടാ അതിനെ സ്വീകരിക്കാത്ത ആൽമാർ അവിടെ പ്രതികരിക്കരുത്. അങ്ങ് ചൊല്ലാറ് എപ്പോ നോക്കിയെങ്കും എനിക്കിതേ ചൊല്ലും, വേറെ എന്തും ഇല്ല. ഇപ്പൊ നോക്കിയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്, സുന്നത്ത്, ഷിർക്ക്, ബിദ്അത്ത് ആൽമാരെ വേറെ വേറെ ആക്കുന്ന വിഷയമേ എനിക്ക് ചൊല്ലുള്ളൂ. ഒരു ഭാഗം ആൽമാർ അങ്ങനെ ചൊല്ലാറ്. ഇനി ഈ ഹഖീഖത്തിനെ സ്വീകരിച്ച ആൽമാരുടെ അവസ്ഥ എന്തേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അതരെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് സ്വീകരിച്ച ആൽമാർ വിചാരിക്കില്ല അങ്ങ ചൊല്ലിട്ട് എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊരു ഇത്ര പഠിക്കുകയില്ലേ, അത്രയുള്ള പഠിക്കുകയുള്ളൂ. എപ്പോൾ ഇത് ഇങ്ങനെ ഡീപ്പായിട്ട് പഠിക്കൂ അല്ലെങ്കിൽ ചമ്മ പഠിക്കൂ, എപ്പോ നോക്കി പഠിക്കൂ, എന്തിനുണ്ടതിൽ. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗ രണ്ട് തരത്തിലുള്ള ആൾമാരെ നിങ്ങൾക്ക് കാണുക സാധ്യം. ആയെങ്കില സഹോദരന്മാരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്ത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലൊരു പലക്ക കാണാം. അയാൾ ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്ത് എന്തേ? കലിമത്തുൻ ഖാമത്ത് ബിഹൽ അർളു വസ്സമാവാത്ത്. ഈ കലിമത്ത് കൊണ്ടായിട്ട് ആകാശ ഭൂമി നിലനിന്നുണ്ടാവില്ലേ? സുബ്ഹാനല്ലാഹ്. അതിൽ ചൊല്ലേ വഖുലിഖത് ലിഅജലിഹാ ജമീഉൽ മഖ്ലൂഖാത്ത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ സ്ഥാപിക്കുക വേണ്ടിയിട്ടായിട്ട് അള്ളാഹു എല്ലാ സൃഷ്ടിമാരെയും സൃഷ്ടിച്ചത്. ജീവ ഉള്ളതും ഇല്ലാത്തതുമായ, ബുദ്ധിയുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സൃഷ്ടിനെയും അള്ളാഹു സൃഷ്ടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്തെ സ്ഥാപിക്കുക വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്തുക്ക് വേണ്ടിയിട്ടായിട്ട്. അതിൽ പിന്നെ വിശദീകരിക്കരുത് വബിഹാ ഉർസില അർറുസുൽ. ഈ കലിമത്തെ സ്ഥാപിക്കുക വേണ്ടിയിട്ട് അള്ളാഹു റസൂലുമാരെ കടത്തില. വഉൻസിലൽ കുതുബ്, അള്ളാഹു ഓരോ കിതാബിനെയും അള്ളാഹു ഇറക്കിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കുക വേണ്ടിയിട്ടായിട്ട്. അങ്ങനെ അള്ളാഹുരെ ശരീഅത്ത്, അങ്ങനെ എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതാണ് അതല്ല ഇലാഹ ഇല്ലല്ലാഹു വേണ്ടിയിട്ട്. നോക്കൂ, വഖാമ സൗഖുൽ ജന്നത്തി വന്നാർ.
ആൾമാരെ നരകത്തുക്കും സ്വർഗത്തുക്കും കൊണ്ടുപോകേണ്ടത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബേസിലായിട്ട്. അപ്പൊ ഞങ്ങൾ ചിന്തിക്കണായത് ഞങ്ങൾ പഠിക്കണായ വിഷയമാണല്ലേ. ഒർക്ക കേട്ടിട്ട് മനസ്സിലാക്കിയെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീച്ചിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കേട്ടിട്ട് അതിലൊരു സ്പാർക്ക് കിട്ടിയപ്പോ അതിനെ ഞങ്ങൾ സ്വീകരിച്ച് അൽഹംദുലില്ലാഹ്, അതൊരു വലിയ നിഅമത്തായിട്ടിരിക്കും. എത്ര ആൾമാർക്ക് കിട്ടാത്തെങ്കിൽ ഒരു നിഅമത്ത് ഭാരി കൊറോടി ആൾമാർക്ക് അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് അള്ളാഹു കൊടുത്തുള്ള ആ വിഭാഗത്തിൽ ഉൾപ്പെടുക നിങ്ങൾക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അതൊരു തൗഫീഖായിട്ടിരിക്കറായെങ്കിലാ അവിടെ നിപ്പാട്ടിങ്ങും അയ്യാവുന്ന ഇത്രയും ശ്രേഷ്ഠമായ ഇത്രയും അടിസ്ഥാനമുള്ള അല്ലെങ്കിൽ ആകാശ ഭൂമിരെ പോലും അള്ളാഹു സൃഷ്ടിക്കുക കാരണമായ എനിക്കത്തെ ഈ ഒരു കലിമത്ത് അതിനെ ഞങ്ങ ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിനെ ദൂരം വെച്ച മയ്യാവില്ല. അത് ഞങ്ങൾ വിശാലമായിട്ട് ഞങ്ങൾ പഠിക്കണായ എനിക്കത്തെ അല്ലെങ്കിൽ ഞങ്ങൾ വിശാലമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണായ എനിക്കത്തെ വിഷയത്തിൽ നോക്കൊരു സഹോദരന്മാരെ, ഈ ഒരു കലിമത്തിനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് അതിന്റെ ആശയത്തിക്ക് മഹത്വമുണ്ട്, അതിന്റെ വിശദീകരണത്തിക്ക് മഹത്വമുണ്ട്, അതിന്റെ ആശയത്തിക്കും വിശദീകരണത്തിക്കും പോണ്ടേക്ക് മുന്നോട്ട് ആ കലിമത്തുക്ക് അള്ളാഹു എത്ര മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ചില ഹദീത്ത് ഞങ്ങൾ പരിശോധിച്ചെന്നു. ആ കലിമത്തുക്ക് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആ കലിമത്ത് അള്ളാഹു എത്ര മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗൊന്തുള്ള ഹദീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ഈമാനു ബിദ്ഉ വസബഊന ശുഅബ, ഈമാൻ 70 ചില്ലാന ഘട്ടായിട്ടുണ്ട്, ഈമാൻ മർത്തബായിട്ടുണ്ട്. അലാഹ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും ഈമാൻ ഒരാൾക്ക് ഈമാൻ ഉണ്ടായില്ലേട്ട് നിശ്ചയിക്കപ്പെട്ടത് എന്തൊരു അടിസ്ഥാനത്തിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്കിയിട്ട് അവന് നിസ്കരിക്കറാണ്, നോമ്പെടുക്കറാണ്, ഹജ്ജ് സക്കാത്ത് സദക്ക, അവന്റെ താടി അവന്റെ ഡ്രസ്സ് എന്തുമല്ല അലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് മുഅ്മിന് ചൊന്നിട്ടു നിശ്ചയിക്കുള്ള ഒന്നാമത്തെ ഘട്ടം എന്തേ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ബാക്കിയല്ല ആ കലിമത്ര ശ്രേഷ്ഠത്തെ അറിയിക്കരെ നമുക്ക് എല്ലാവർക്കും കൊണ്ടുള്ള ചില ദുആ ഞങ്ങൾ എടുത്തു നോക്കാം. ഞങ്ങൾ വലിയ മഹത്വത്തിൽ പഠിച്ചു മനസ്സിലാക്കിയത്തെ കുറേ ദുആ അതിലൊന്ന് നോക്കൂ. ദുആ യൗമി അറഫ, അറഫത്തെ നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായിട്ട് ചൊല്ലുക പഠിപ്പാറ്റേക്കത്തെ ദുആ ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ഇലാഹ ഇല്ലല്ലാഹ്. ധാരാളം അറഫത്തെ നാളിന്റെ ശ്രേഷ്ഠമായ ദുആ ചൊന്നിയെന്തരെ ഞങ്ങളെ എന്തെങ്കിലും ഉദ്ദേശത്തെ ഞങ്ങൾ എന്താക്കുക ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു, ഞങ്ങളെ ഒരു ഉദ്ദേശത്തെ അല്ലാഹുരൊട്ടിಗೆ കേക്കറിക്കട്ടിക്കൊരു ദുആ ഉണ്ട് ചൊല്ലി. ഇതിലെവിടുണ്ട് ദുആ? അവിടെ അള്ളാഹു ആ കലിമത്ര മഹത്വം നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നൂല്ലേ. യൂനുസ് നബി അലൈഹിസ്സലാം മീനറ ഭയത്തിൽ ബാക്കിയായപ്പോ കുടുങ്ങിപ്പോയപ്പ യൂനുസ് നബി ദുആരെന്തരെ അള്ളാഹുവെ നിന്റെ മീനറ ഭയത്തിൽ നിന്നിട്ട് നീ രക്ഷിക്കണ്ടല്ല, പിന്നെന്തര ദുആരെന്തരെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ಅದರ ಮಹತ್ವ ಇಟ್ಟಿತ್ತು. ನಂಗೆ ಬೇಜಾರು ಬಂಡ ಸಂದರ್ಭದಲ್ಲಿ ದುಆರ್ಕೊಗರು ದುಆ ನಬಿದಂಗ ದುಆ ಉಲ್ ಕರ್ಬ್ ನಬಿದಂಗ ಪಡಿಪಾಟಿತ್ತು. ಎಂದ್ರ ದುಆ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ಸಂಕಷ್ಟ ಬರುമ്പോ ಬೇಜಾರಾവുമ്പോ ചൊല്ലേണ്ട ദുആ അല്ലാഹുവേ നിന്റെ ബേജാറ് ദൂരാക്കണ്ടല്ല, അല്ലാഹുവേ നിന്റെ ബേജാറ് ഇല്ലാണ്ടാക്കണ്ടല്ല, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല ദുആയുടെ അർത്ഥം നോക്കി നിങ്ങൾക്ക് ಗೊತ್ತಾവും. അൽ അദീമുൽ ഹലീം അതേപോലെ റബ്ബുൽ അർശിൽ അദീം റബ്ബുസ് സമ അത് അല്ലാഹുവിന്റെ സിഫത്തായിട്ട് അല്ലാഹുവിന്റെ വിശേഷണത്തെ അവിടെ ആഡ് ആക്കിയിട്ട് അതിൽ ഉള്ളെന്തരെ 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രത്തിലുള്ള അതിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ആ കെലിമത്തുക്ക് മാത്രം, അതൊരു ആശയ വിശദീകരണമല്ല, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ വേറെ വിഷയം. ആ കെലിമത്തുക്ക് മാത്രം അള്ളാഹു എന്താക്കിറ ഇത്രയും മഹത്വത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തറ. അപ്പൊ അതൊരു ചെറിയ വിഷയം അല്ലാണ്ടായിട്ടിരിക്കുന്ന നിങ്ങൾട്ട ചൊന്നവുള്ളു. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി അഫ്ളലു ദിക്ർ, ഏറ്റവും അഫ്ളലായ ദിക്ർ എന്തര് ദിക്റിന്റെ അർത്ഥ വെച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ആശയമുള്ള എത്ര ഉള്ള ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹ് എത്രമാ ആശയമുള്ള ദിക്റായിട്ടിക്കറല്ലേ. അൽഹംദുലില്ലാ എത്രമാ വലിയ ദിക്ർ. അസ്തഗ്ഫിറുല്ലാഹ് അർത്ഥത്തിൽ ആശയത്തിക്ക് പോണ്ടെങ്കിൽ ശ്രേഷ്ഠമായ ദിക്ർ ഇത് ഉണ്ടല്ലോ നമുക്ക് ചൊല്ലാം. അതിന് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ല അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്തേ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ. ആ കലിമത്തുക്ക് അല്ലാഹു കൊടുത്തേക്കത്തെ മഹത്വം ദിക്ർ. ഇനി നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കൂ ഒരു ദുആ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിച്ച് ഒരു നാൾ സുബൈക്ക് 100 വട്ടം ചൊന്നിട്ടായെങ്കിൽ വ്യത്യസ്തമായ കൂലി നബി തങ്ങൾ നിശ്ചയിച്ച ഒരു ദുആ.
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. എത്ര കൂലിയായിട്ടിക്കർ അല്ലാഹു. അത് 10 വട്ടം ചൊല്ലേണ്ടതുണ്ട്. 10 വട്ടം ചൊല്ലുമ്പോൾ ഹയ്യും ഖയ്യൂം അത് കാഡവും യുഹീ വ യുമീതു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 10 വട്ടം ചൊല്ലുക ಅದಕ್ಕೆ ಬೇರೆ ಕೂಲಿ. ആ യുഹീ വ യുമീതു ഇല്ലാണ്ട് 100 വട്ടം ചൊല്ലുക ಅದಕ್ಕೆ ಬೇರೆ കൂലി. എത്ര വലിയ വലിയ കൂലി. അതിലെന്തോ ഉള്ളേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം. അപ്പൊ സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങളുടെ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലങ്കത്തെ ഈ കലിമത്തിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിറ വലിയ മഹത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അപ്പൊ അതുക്കും ഞങ്ങൾ അതിരതായ ഖദർ ഞങ്ങൾ കൊടുക്കണം, അതിരതായ ഒരു സ്ഥാനം, അതിരതായ ഒരു മഹത്വം ഞങ്ങൾ കൊടുക്കണം. കാരണം നാളെ പരലോകത്തിൽ ഒരു മുവഹിദായ മനുഷ്യരെ രക്ഷിക്കുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടിക്കർ. അവന്റെ എത്ര തപ്പാക്കിട്ടിരുന്നാലെങ്കിൽ പോലും അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ രക്ഷിക്കർ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാട്ടത്ത് കാണാം. നാളെ പരലോകത്ത് അള്ളാഹു ഒരു മനുഷ്യരെ വിളിച്ചു വേണ്ട, ഒരു മനുഷ്യരെ ഒരു വലിയ ഹദീസായിട്ടിക്കർ, ಅದರ ആശയ ഷോർട്ടായിട്ട് ചൊല്ലുന്നത്. ഒരു മനുഷ്യരെ വിളിച്ചു വേണ്ട, അവന്റെ മുന്നലു ഫയുൻഷറു ലഹു 99 സിജില്ലൻ, അവന്റെ മുന്നലു അള്ളാഹു സുബ്ഹാനഹു വ തആല 99 രേഖര അവന്റെ മുന്നൽ അള്ളാഹു പറത്തറ. ഫൈലന്റ് വേണമെങ്കിൽ ഞങ്ങൾ ചൊല്ല ഹദീസിൽ അത് സിജിൽ ഫൈലന്റ് ഞങ്ങളെ അർത്ഥത്തിൽ ഞങ്ങൾ ചൊല്ല രേഖ. അതിലെന്തരുള്ളേ? അതിലുള്ളത് കുല്ലു സിജില്ലി മദ്ദൽ ബസർ. അതിൽ ഒരു ഫയൽ എന്തേ അവന്റെ കണ്ണെത്ര ദൂരത്തോളുണ്ട് അത് ചെന്നിട്ടെങ്കിൽ അത്രയും വലിയുണ്ട് ഒരു രേഖമേ. അങ്ങനത്തെ 99 രേഖ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ എന്താക്കറ വെക്കറ. രേഖ ചൊന്നെങ്കിൽ ಗೊತ್ತಾವ್ರല്ലേ മലയാള വേർഡ് ആയിട്ടിക്കറ. അപ്പൊ ഫയൽ റെക്കോർഡ് അല്ലെങ്കിൽ ഫയൽ ഉണ്ടല്ലോ ചൊല്ല അള്ളാഹു അവന്റെ മുന്നിൽ എന്താക്കറ വെക്കറ. എന്തിനതിലുള്ളേ? എന്തിനുള്ളേ? അവനാക്കിയ തപ്പായിട്ടിക്കറ, അവനാക്കിയതായ മാസിയത്ത്, അവനാക്കിയതായ മിസ്റ്റേക്സ് എന്തെല്ലാം, ഹറാം എന്തെല്ലാം, അള്ളാഹു അവന് ധിക്കരിച്ചത് എന്തെല്ലാം, അതെല്ലാം അതിലുണ്ട്. അവന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കറ അതുൻകിറു മിൻ ഹാദാ ഷൈആ, നീൻ ഇതിൽ എന്തെങ്കിലും ഒന്ന് നിഷേധിക്കരേട്ട് അള്ളാഹു കേൾക്കറ. അതായത് നാനിതാക്കിട്ടില്ല, ഇത് വെറുതെ വന്നിട്ട് ഇതിൽ നിൽക്കുന്ന ചൊല്ലുകൊണ്ട അവൻ ചൊല്ല ഇല്ല റബ്ബെ ഒരിക്കലും ഇല്ല, അങ്ങനെ എന്തുമില്ല. അതായത് അള്ളാഹു കേൾക്കറ നിന്റെ എൽദര ആൾമാർ എന്തെങ്കിലും നിന്റെ ഉൽമ കാട്ടിറാറാ, നീ ആക്കാത്തത് ചൊല്ലാത്തത് എഴുതിറാറാ, അവൾ ചൊല്ലില്ല റബ്ബെ എല്ലാം ഞാൻ ആക്കിയത്. പിന്നെ അള്ളാഹു കേൾക്കറ അലക ഉദുർ, നിക്കെന്തെങ്കിലും ഉദുറുണ്ടാ, അത് നാണ് അള്ളാഹു ഇതാക്കിയത് ഇന്ന കാരണം കൊണ്ടിട്ടു, അങ്ങനെ ഒരു ഉദുർ നിക്ക് ചൊല്ലുകൊണ്ട, ഒരു കാരണം നിക്ക് ചൊല്ലുകൊണ്ട കേൾക്കറ. ആ വ്യക്തി ചൊല്ല ഇല്ല റബ്ബെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു ആയെങ്കില ഇന്നലക ഇൻദനാ ഹസന. അത് ഹദീസ് വ്യത്യസ്ത രൂപത്തിൽ വന്നത്. ചില ഹദീസിൽ അള്ളാഹു ചൊല്ലുകൊണ്ട് വന്നത്, ഈ ഹദീസിലുള്ളത് മലക്കരങ്ങൾ ചൊല്ലാറ്, അല്ലെങ്കിൽ ഇന്നലക ഇൻദനാ ഹസന, ഞങ്ങളെ മുട്ട നീനാക്കിയ ഒരു ഹസനത്തുണ്ട്. ഈ ഹദീസിലെ ശ്രദ്ധിക്കും, നീ ആക്കിയ ഒരു ഹസനത്തുണ്ട്. വഇന്നഹു ലാ ദുൽമ അലൈക അൽയൗം, ഇന്നത്തെ നാളിൽ നിൽക്കുന്നില്ല ദുൽമില്ലാണ്ട് അള്ളാഹു. അപ്പൊ ഈ വ്യക്തി അള്ളാഹുട്ടെ കേൾക്കും. അപ്പൊ ആ ഹദീസിൽ കാണുന്നത് ഫയുഖ്റജു ലഹു ബിതാഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ ഒരു കാർഡ് പർത്തെടുക്കുന്നുണ്ട്. ബിതാഖ നിങ്ങൾ അറബി ഭാഷയിൽ ಅದರ ಅರ್ಥ ಕಾರ್ಡ್ ഉണ്ടായിട്ടിക്കറ്. അള്ളാഹുര മൊട്ടത് എന്തിനുണ്ട് നമുക്ക് ಗೊತ್ತಿಲ್ಲ. ഫഹുവ യഅലമു ബിഹി, അള്ളാഹു ആയിട്ടിക്കറ് അത് ಗೊತ್ತಿಲ್ಲ. ഒരു കാർഡ് അവന്റെ മുന്നിൽ എടുക്കപ്പെട്ടു. അതിൽ എന്തിനെഴുതിരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തി കേൾക്കറ അള്ളാഹുവേ ഈ ഒരു കാർഡിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, ഞാൻ ആക്കിയതായ തപ്പെന്തുണ്ടു, അതിലെ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, ഒരു രേഖ എടുത്തു നോക്കിയെങ്കിൽ നിന്റെ കണ്ണെത്ര ദൂരത്തോളതുണ്ട്, അങ്ങനത്തെ 99 അവിടെ ഉണ്ട്. അതിന് മുന്നിൽ ഈ കാർഡിൽ എന്തിനാക്കും? അതിൽ വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പേപ്പർ അല്ലെങ്കിൽ ഒരു ചീട്ട് അതിലുള്ള, അതിലെന്തിനാക്കൊണ്ടു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ എന്താക്കറ്? അള്ളാഹു കേൾക്കറ മാ ഹാദിഹിൽ ബിതാഖതു മാ ഹാദിഹി സിജില്ലാത്ത്, ഇത്രയും ഞാൻ ആക്കിയ തപ്പിക്കുമ്പത്തുകു ഈ ഒരു കാർഡ് കൊണ്ടിട്ട് അള്ളാഹു എന്തിരാവു? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹദീസിൽ കാണാം ഫതൂദഉ സിജില്ലാത്തു ഫീ കിഫത്തിൻ വൽ ബിതാഖതു ഫീ കിഫ, ഒരു തിരാസി കൊടുത്തിട്ട് ഒരു ഭാഗത്ത് ഈ അവനാക്കി എന്തെല്ലാം തപ്പുണ്ട അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു വെക്കുക. പിന്നെ ഒരു ഭാഗത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല വെക്കുക. ഫതാശത്തിസ് സിജില്ലാത്തു വസഖുലത്തിൽ ബിതാഖ, അവനാക്കിയ തപ്പെല്ലാം അത് മേലുകൊണ്ടു അലാ ഇലാഹ ഇല്ലല്ലാഹ് ഗട്ടിയായിട്ട് അത് കീഴ് പോണ്ട്. അതുക്ക് ഗട്ടി അല്ലെങ്കിൽ അതുക്ക് വെയിറ്റ് യാറൈക്കര്. വലാ യുസ്ഖലു മഅസ്മില്ലാഹി തആല ഷൈ, ഈ അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ ഈ കലിമത്തിനെങ്കിൽ വേറെന്തും അവിടെ എന്തിരിക്കില്ല
ಅದಕ್ಕೆ ವೆಯ್ಟ್ ಇಕ್ಕಿಲ್ಲ. നോക്കൂ, ഇത്രയും തപ്പാക്കിയ ഒരു മനുഷ്യരെ രക്ഷിച്ചത് എന്തിനാ ഇട്ടിക്കരുത്? അവൻ ചൊന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന് വിശ്വസിച്ച് അവന് സ്വീകരിച്ച് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്തെ ഇട്ടിക്കരുത്. അപ്പൊ അതിനെ നങ്ങ നിസാരമായിട്ട് കാണണ്ടെങ്കത്തെ ഒന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ട് ജസ്റ്റ് പഠിച്ചു പോണായ ഒരു വിഷയമല്ല. വലിയ മഹത്വം കൊടുത്തിട്ട് ഞങ്ങൾ പഠിക്കണായതും ഞങ്ങൾ സ്വീകരിക്കണായതെങ്കത്തെ. കാരണം എന്തേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്തിനെ വെറുതെ നാണി ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ ആള് ചൊന്ന സത്യം എന്താവില്ല, അവന് സ്വർഗത്തേക്ക് പോണില്ല. നേരെ മറിച്ചിട്ട് അതിലെ ആശയത്തെ ഉൾക്കൊള്ളുമ്പത്ത് കേട്ടിക്കർ, അല്ലെങ്കിൽ അതിൽ പഠിപ്പാട്ടക്ക് പോകേണ്ടതായ വിഷയത്തെ ഉൾക്കൊള്ളുമ്പത്ത് കേട്ടിക്കർ അവനുകു ഈ മഹത്വ കിട്ടേ ചൊന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണുക സാധ്യമാണ്. സഹോദരന്മാരെ നോക്കൂ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് അല്ലെങ്കിൽ ആ കലിമത്ത് തൗഹീദ് പണ്ഡിതന്മാർ കൊടുത്ത മഹത്വം എത്രയുണ്ട്? ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ എത്ര മഹത്വം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എന്തും വേണ്ട, കിതാബ് തൗഹീദ് ചൊല്ലിക്കത്തെ ഒരു കിതാബ്, ഈ പരിശുദ്ധമാക്കപ്പെട്ട റായത്തിൽ തൗഹീദിനെ വെളിച്ച കൊമ്പെന്നെങ്കത്തെ ഒരു പണ്ഡിത മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചെങ്കത്തെ കിതാബായിട്ടിക്കർ കിതാബ് തൗഹീദ് ചൊല്ലിയ കിതാബ്. അതിൽ 43 ചാപ്റ്റർ ഉള്ളു. 43 ചാപ്റ്ററിൽ ഖുർആന്റെ ആയത്തും ഹദീസും അല്ലാത്ത വേറെ എന്തും അതിലില്ല. ഖുർആന്റെ ആയത്ത് ഹദീസ് മാത്രം അതിലുള്ളു. ചില ജാഗില് മാത്രം ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ വിശദീകരണം മാത്രം. അത് വിശദീകരണം ഇല്ല, ഒരു ലൈൻ അല്ലെങ്കിൽ പാതി ലൈൻ മാത്രം. ആ ഒരു കിതാബ് പണ്ഡിത ലോകത്ത് രചിക്കപ്പെട്ട വിശദീകരണത്തിലുണ്ട് 100 ഷറഹ് കിതാബ് തൗഹീദ് ചൊല്ലിക്കത്തെ ആ ചെറിയ റിസാല, ആ ചെറിയ ബുക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടായെങ്കിൽ ഒരു 10 പേജ് അല്ലെങ്കിൽ ഒരു 15 പേജ് ഉൾഗ ഒത്തു കിതാബ് തൗഹീദ്. ಅದಕ್ಕೆ 100 ഷറഹ് വിശദീകരണ പണ്ഡിതന്മാർ എഴുതിയാണ്. അതിൽ യാരത്തതും ഈ റായത്ത് ഈ സൗദി അറേബ്യയിൽ നിന്നിട്ട് ബന്ധത്തെ ഷറഹ് എന്തൊക്കെ ഊടെ തൗഹീദിന്റെ ആൾമാരല്ല ഉള്ളി ഊടുത്ത പണ്ഡിതന്മാരെന്തൊക്കെ ಅದಕ್ಕೆ വിശദീകരണം കൊടുക്കാറ്. ഇപ്പം നോക്കറതെങ്കിൽ എത്ര പള്ളിയിൽ കിതാബ് തൗഹീദിനെ ക്ലാസ് പണ്ഡിതന്മാർ എടുക്കാറ്, ആർക്ക് എടുക്കാറ്? അറബി രംഗ് അങ്ങനെ ഷിർക്കാക്കുറങ്ങുള്ളാറ് തൗഹീദ് രംഗല്ലേ. കിതാബ് തൗഹീദിനെ ഒരു ഷറഹായിട്ട് ഫത്തുഹുൽ മജീദ് ചൊല്ലത്. ആ ഫത്തുഹുൽ മജീദ് ചൊല്ലത് ಅದಕ್ಕೆ ಇಂಡಿ ജീവിച്ചിട്ടുള്ള എനിക്കത്തെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ಅದಕ್ಕೆ ഷറഹ് എഴുതി. ಅದಕ್ಕೆ അതിനെ ഷറഹ് ആക്കി. ഏത് കിതാബ് തൗഹീദിനെ ഷറഹ് വിശദീകരണത്തിന് അയാൾ ബദൽ എന്താക്കി ഷറഹ് ആക്കി. 10 വർഷം എടുത്തിട്ടായിട്ട് അയാൾ അതിന്റെ ഷറഹ് കംപ്ലീറ്റ് ആക്കി. 1 വർഷം 2 വർഷമല്ല, 10 വർഷം ಅದರ ഷറഹ് കംപ്ലീറ്റ്. 2 വർഷം മുതലായിട്ട് അയാൾ അതിന്റെ ഷറഹ് കംപ്ലീറ്റ് ആക്കി, വിശദീകരണത്തെ കംപ്ലീറ്റ് ആക്കി. കിതാബ് തൗഹീദിനെ വിശദീകരണത്തിന് വിശദീകരണം അതായിട്ട് ഈ ഒരു കലിമത്തിന് പവർ ചൊല്ലി. അത്രയും ശ്രേഷ്ഠമായതും അത്രയും മഹത്വമായതും അത്രയും പഠിക്കുകൊണ്ട് ഞങ്ങൾക്കത് ഞങ്ങൾ എന്തിനാ പഠിച്ചത്? അതായിട്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞങ്ങൾ എന്തിനാ ഞങ്ങൾ പഠിച്ചത് കലിമത്തിന്റെ വിഷയത്തിൽ? ഞങ്ങൾക്ക് എന്തിനാ ഉണ്ട് ഇതിന്റെ വിഷയത്തിലുള്ള എൽമ, ഞങ്ങളെ അറിവെന്തരേ? ഇത് പഠിക്കുക ഞങ്ങൾ എത്ര ആള് തയ്യാറായിരാണ്? ഇത് പഠിക്കുക ഞങ്ങൾ എത്ര ആള് ടൈം കണ്ടെത്തിരാണ്? അത് കിട്ടിയത് അള്ളാഹു ഞങ്ങൾക്ക് തന്നറ. അള്ളാഹുടെ തൗഫീഖ്, ആ മഹത്വം ഞങ്ങൾക്ക് കിട്ടിയത് അൽഹംദുലില്ലാ. അത് നല്ലത് തിരുത്തട്ടെ അള്ളാഹു. മാത്രം ഞങ്ങൾ എന്തിനെന്തിനെ പഠിച്ചത് സഹോദരന്മാർ? അപ്പൊ അതിനെ പഠിക്കുകയും ഞങ്ങൾ റെഡിയാവും. ಅದಕ್ಕೆ ഞങ്ങൾ ടൈം കണ്ടെത്തും. ഈ ക്ലാസ് ഒരു ക്ലാസ് 2 ക്ലാസ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവുന്നുണ്ടല്ല നാ ചൊല്ലു. ഇത് നിങ്ങൾക്ക് പഠിക്കുള്ളെങ്കത്തെ ഒരു ആരംഭമായിട്ടിക്ക്, അല്ലെങ്കിൽ ഇത് പഠിക്കുള്ളെങ്കത്തെ ഒരു തെറു നാണ് ചൊന്നു തണ്ടതുമായിട്ടിക്ക്. ഇൻഷാ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ അതിൽ തുടങ്ങണം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് പഠിക്കും, ഈ തൗഹീദിനെ പഠിക്കും. നിങ്ങൾ പഠിക്കണായ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ പഠിക്കണായത് മനസ്സിലാക്കണായ അടിസ്ഥാനപരമായ വിഷയ ഇതായിട്ടിക്ക്. അള്ളാഹു തൗഫീഖ് തരും. നോക്കൊരു സഹോദരന്മാരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്തിനെ ഇത്രയും പഠിക്കുള്ളെങ്കത്തെ ഒരു കാരണം പണ്ഡിതന്മാർ പഠിപ്പാട്ടുകാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഈ കലിമത്തിലെ അർത്ഥത്തെ വിഷയത്തിൽ 4 വിഭാഗ ആൾമാർ തെരുതപ്പിപ്പോയിരാണ്. അത് നിങ്ങൾക്ക് പഠിച്ചെന്ന് മനസ്സിലാവും. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ എന്തിനായിട്ട് വിശദീകരിക്കണം. ഒന്നാമത്തെ വിഭാഗം അങ്ങ് തെരുതപ്പിപ്പോയത് വഹ്ദത്തുൽ വുജൂദ് ചൊല്ലാൻ, അഥവാ അങ്ങനെ വിശ്വാസ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ലാ ഉജൂദ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ മൗജൂദ ഇല്ലല്ലാഹ് ചൊന്നാർ. അള്ളാഹു അല്ലാണ്ട് ദുനിയാവിൽ എന്തും ഇല്ലാണ്ട്. അതിന്റെ അർത്ഥം എന്തേ? എല്ലാം അള്ളാഹുവേ.
അതായത് ഒന്നാമത്തെ വിഭാഗം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ അർത്ഥത്തിൽ തപ്പിപ്പോയ 4 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം അങ്ങനെ വിശ്വാസം എന്തേ ലാ ഇല്ല അല്ലെ, ഇലാഹ് ഒരു ഇലാഹും ഇല്ല, അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹും ഇല്ല. അങ്ങനെ ഇലാഹ് അർത്ഥം വെച്ചത് മൗജൂദ് ഉണ്ടായിട്ട്, അഥവാ ദുനിയാവിലും അള്ളാഹു അല്ലാണ്ട് ഒന്നുമില്ല. ഈ വിശ്വാസമുള്ള സൂഫിമാർ ഞങ്ങളുടെ റായത്ത് ഉള്ള ഇതേ വിശ്വാസമുള്ള ആൾമാർ മലയാളത്തിലും കന്നഡത്തിലും ബുക്ക് എഴുതി വെച്ചതുണ്ട്. ഈ വിശ്വാസത്തെ, ഈ സൂഫി വിശ്വാസത്തെ, ഇത് ഇബ്നു അറബി ചൊല്ലിക്കത്തെ ഹല്ലാജിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇസ്ലാമിനെ പറത്തുപോയ ആളുണ്ടായിട്ട് പണ്ഡിതന്മാർ വിധി എഴുതിയത്, ആ വ്യക്തിയെ വാദയിട്ടിക്ക്. അപ്പൊ അതിനർത്ഥം എന്താ എന്നാ ചൊല്ലത് കാണാം, ഒരാൾ വിഗ്രഹത്തെ ആരാധിച്ചെങ്കും എന്തല്ലത് തപ്പല്ല. കാരണം വിഗ്രഹം എന്തിനാ ഇട്ടിക്കറ്, ദുനിയാവുള്ള എല്ലാം എന്തേ അള്ളാഹു ഇട്ടിക്കറ്. അപ്പൊ ഒരാൾ ഒരു വലിയ കബറിനെ മുട്ട പോയിട്ട് ദ്വാരനെങ്കും അതെന്തരല്ല തപ്പല്ല. കാരണം വലിയ കബർ എന്തിനാ ഇട്ടിക്കറ്, അങ്ങനെ വിശ്വാസ പ്രകാരം അള്ളാഹു ഇട്ടിക്കറ്. അവ എന്തും കണ്ടതും കേട്ടതും എല്ലാം അള്ളാഹു ഇട്ടിക്കറ്. നിങ്ങൾ പണ്ട് നാദാപുരത്തിൽ ഹുസൈൻ സലഫി ഒരു പാട്ട് പാടിയത് എനിക്കുണ്ട, ലാ കണ്ണ ഇല്ലല്ലാണ്ടല്ല ചൊല്ല്, അത് മലയാളത്തിൽ എഴുതി വെച്ച് അള്ളാഹു അല്ലാണ്ട് അവ എല്ലാം ലാ കണ്ണ ഇല്ലല്ല അങ്ങനെ ഓരോന്നും എന്തിനുണ്ട് ആ പാട്ട് ഫുള്ളും അത് സൂഫിമാരെ വിശ്വാസമായിട്ട്. ഇത് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ വിഷയത്തിൽ തപ്പിപ്പോയത് ഇൽമുൽ കലാം ആൽമാർ ഞങ്ങളുടെ റായത്തിൽ ഭൂരിഭാഗ മുസ്ലിമീങ്ങളുള്ള വിശ്വാസം. അങ്ങനെ ചൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ടായി അതിന്റെ അർത്ഥം എന്തേ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് ഖാലിഖില്ല. ഖാലിഖ് ആര് മാത്ര, അത് അള്ളാഹു മാത്രം. അപ്പൊ അള്ളാഹു മാത്രം ഇട്ടിക്കര ഖാലിഖിന്റെ വിശ്വസിച്ച അവനെന്തായ അവന് മുവഹിദായ, അവന് മുസ്ലിമായ, അങ്ങനെ വിശ്വാസ പ്രകാരം. പിന്നെ ഒരു അർത്ഥത്തിൽ അങ്ങ് ചൊന്നാറ് ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, ഒരു കാര്യത്തെ പുതിയതായിട്ട് കൊണ്ടുവരും ഉണ്ടാക്കൂ ഖദറുള്ളവർ കഴിവുള്ളവർ ആര് മാത്രം, അള്ളാഹു മാത്രം. അതെ ഇട്ടിക്കര അങ്ങനെ വിശ്വാസം. കേൾക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തൊരു പ്രോബ്ലം ഉണ്ട്, അള്ളാഹു അല്ലാണ്ട് ഖാലിഖ് വേറെ ആരും ഇല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഇതിൽ കേൾക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഇല്ല. മാത്രമാ ഇത് ഇസ്ലാം പഠിപ്പാട്ട് തൗഹീദ് കേന്ദ്രമായിട്ടിക്കറ് വിരുദ്ധമായിട്ടിക്കറ് ചൊല്ലത്. അത് ഞങ്ങൾക്ക് ഗൊന്തുണ്ട്. എന്തുകൊണ്ടിട്ടു ജാഹിലിയത്ര ആൾമാരൊട്ടിക ആകാശ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ആറിട്ട് കേട്ടെങ്കിൽ അങ്ങ് എന്തൊരു ചൊന്നു ഇന്നാറ് അല്ലാണ്ട് ചൊന്നു ഇന്നാറ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാണ്ട് ഖാലിഖ് ഇല്ലാണ്ടുള്ള വിശ്വാസമായിട്ട് നിന്നിട്ടായെങ്കിൽ ജാഹിലിയത്ര മുശ്രിക്കരങ്ങളെ മുശ്രിക്കിന്റെ അങ്ങനെ വിളിക്കര്. കാരണം അള്ളാഹു ആയിട്ടിക്കറ് ഖാലിഖ് ഉണ്ടെങ്കിൽ എന്താക്കിയെന്നാറ് അങ്ങ് വിശ്വസിച്ചോ ഇന്നാർ അല്ലേ. ഇത് ലാ ഖാലിഖ ഇല്ലല്ലാഹ് ചൊല്ല വിശ്വാസ ഞങ്ങളുടെ റായത്തെ സമസ്തത്തെ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ മരിച്ചുപോയ ഞങ്ങൾ ഏറ്റവും വലിയൊരു പണ്ഡിതൻ ഇട്ടിക്കർ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ചൊല്ലു. അയാളുടെ ഒരു അറബിലായാലും ഒരു കിതാബ് എഴുതി അഖീദത്തു സുന്ന ചൊല്ലു. ആ കിതാബിലും വ്യക്തമായിട്ട് അയാൾ എഴുതി വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്. അല്ലെങ്കിൽ അങ്ങനെ ഭൂരിഭാഗം മുസ്ലിമീങ്ങളെ വിശ്വാസവും അതേ ഇട്ടിക്കറ് ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് വേറെ ഖാലിഖ് ഇല്ല ചൊല്ലു വിശ്വാസം. ആ വിശ്വാസം ശരിയാവുക, ശരിയാവുക എങ്ങനെ ശരിയാവുക? കാരണം മക്കത്തെ മുശ്രിക്കരങ്ങൾ ഖാലിഖ് അല്ലാണ്ട് വിശ്വസിച്ചാർ. അപ്പൊ പിന്നെ മക്കത്തെ മുശ്രിക്കരങ്ങളൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ മുശ്രിക്കരങ്ങൾ നബി തങ്ങളെ എതിർത്തിരുന്നത്. കാരണം അങ്ങ് ഓൾറെഡി അങ്ങനെ വിശ്വാസം എന്തേ ഖാലിഖ് അല്ലാഹു ഉണ്ട്, അങ്ങനത്തെ നബി ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ പിന്നെ അങ്ങ് അർസമുണ്ട് അങ്ങനെ വിശ്വാസമേ ചൊന്നൂല്ലേ. അപ്പൊ അതും അഹ്ലുസുന്നത്തെ വിശ്വാസം അല്ല. മൂന്നാമത്തെ ഒരു വിഭാഗ ആൾമാർ ജഹ്മിയ അല്ലെങ്കിൽ മുഅ്തസില, ഇസ്ലാമിൽ നിന്ന് തെറുതപ്പിപ്പോയ ആൾമാർ അങ്ങനെ വിശ്വാസ പ്രകാരം അങ്ങ ചൊന്നാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന അങ്ങനെ മുട്ട തൗഹീദ് ചൊന്നിട്ടായെങ്കിൽ അള്ളാഹുര സിഫാത്തിനെ എല്ലാം നിഷേധിക്കരുത്. അള്ളാഹുര സിഫാത്ത് ഉണ്ടല്ലോ വിശേഷണ കലാം, അള്ളാഹു മുണ്ട്രെ, അതേപോലെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇല്ലി വേണ്ട നുസൂല്, അങ്ങനെ അള്ളാഹുര സിഫത്ത് എന്തെല്ലാം അതിനെ നിഷേധിക്കലായിട്ടിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് ചൊന്നാർ. കാരണം ഉദാഹരണക്ക് യദുൻ അള്ളാഹുക്ക് കൈയുണ്ടു, അഹ്ലുസുന്നത്തിന് വിശ്വാസമായിട്ട് അള്ളാഹുടെ കൈ ഉണ്ടു. അപ്പൊ ഇങ്ങ ചൊന്നാറ് മനുഷ്യന്മാർക്കും കൈയുണ്ടു. അപ്പൊ അള്ളാഹുക്കും കൈയുണ്ട് മനുഷ്യന്മാർക്കും കൈയുണ്ട് ചൊല്ലും എന്തായിട്ട് അവിടെ അവിടെ പാർട്ട്ണർഷിപ്പ് ബന്ധം. അള്ളാഹുക്കും കൈയുണ്ട് മനുഷ്യന്മാർക്കും കൈയുണ്ട്. അപ്പൊ അതിനെ നിഷേധിച്ചെങ്കിൽ മാത്രം തൗഹീദ് അവരെ ചൊന്നാൽ ജഹ്മിയത്തും മുഅ്തസിലത്തും. അപ്പൊ അതും എന്തല്ല അഹ്ലുസുന്നത്ത് പഠിപ്പാട്ടിയെങ്കത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഒരു നാലാമത്തെ ഒരു വിഭാഗം ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചൊന്നാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ്,
അള്ളാഹു അല്ലാണ്ട് ഹുക്കുമു കൊടുക്കൂ ഹാക്കിമായിട്ട് വേറെ ആരുമില്ല. അതായിട്ടിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊന്നാർ അബുൽ അല മൗദൂദിനെ പോലത്തെ ആൾമാർ, അതല്ലെങ്കിൽ പിന്നെ സയ്യിദ് ഖുത്ബിനെ പോലത്തെ ആൾമാർ പ്രചരിപ്പിച്ചെത്തെ വിശ്വാസമായിട്ടിക്കറില്ല. അങ്ങനെ ചൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തേ? ലാ ഹാക്കിമ ഇല്ലല്ലാഹ്. അപ്പൊ അങ്ങനെ ചൊന്നാർ ഒരാളുടെ തൗഹീദ് ക്ലിയർ ആവണുണ്ടായെങ്കിൽ, ഒരാള് ഒരു യഥാർത്ഥ വിശ്വാസിയാവണുണ്ടായെങ്കിൽ അവൻ ഫസ്റ്റ് എന്തരാക്കണം? അള്ളാഹുര ഹുക്കുമു സ്ഥാപിക്കണം. അള്ളാഹുര ഹുക്കുമിയത്ത് സ്ഥാപിച്ചിട്ട് പിന്നെ ഇട്ടിക്കറ അവന്റെ തൗഹീദ് എന്താ അവരെ ക്ലിയർ ആവറേറ്റ്. എവിടത്തോളം ചെന്നാറ് അവന് അള്ളാഹുര ഹുക്കൂമിയത്ത് സ്ഥാപിച്ചിട്ട് അവന് നിസ്കരിച്ചെങ്കിൽ അവന്റെ നിസ്കാരം പോലും ശരിയാവില്ല ചൊന്ന് എഴുതി വെച്ചതാണ്. നിസ്കാരം പോലും ശരിയാവില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ തൗഹീദ് പോലും ക്ലിയർ ആയിട്ടില്ല. എന്താക്കിടാറ് അങ്ങ് ഉറുദുൽ എഴുതി വെച്ചതാണ്. അങ്ങനെ ചൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ്. ഇപ്പൊ ഞങ്ങളെ റായത്തല്ല അങ്ങത് ഞങ്ങൾ അതില്ല അങ്ങനെ ഇങ്ങനെ അപ്പുറ ഇപ്പറല്ല ന്യായീകരിക്കുക നോക്കുറാറ് ആയെങ്കിലും അങ്ങ് അത് എഴുതി വെച്ചെങ്കത്തെ യാഥാർത്ഥ്യമായിട്ടിരിക്കുക. അബുൽ അല മൗദൂദി അത് അയാളുടെ സയ്യിദ് കുത്തുബും അങ്ങനെ എല്ലാവരും എന്താക്കിറാറ് എഴുതി വെച്ചിറാറ്. നിങ്ങളെ ബുക്കെല്ലാം ഞങ്ങളുടെ റായത്ത് പിന്നെ മലയാളത്തിലുള്ള പ്രിന്റ് ആക്കി ഡിസ്ട്രിബ്യൂട്ട് ആക്കുന്ന ആൾമാരെല്ലാം ഉള്ള. അപ്പൊ അതിലുള്ള ആശയമായിട്ടിക്കറി ചൊന്നത് എന്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘടക വിരുദ്ധമായ ആശയ. അപ്പൊ ഇത് എന്തുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ ഗൊന്തായിത്തല്ലേ എന്തൊക്കെ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണോ? ഇത്രയും ആൾമാര് എന്തിനായിരാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ തെറുതപ്പി പോയിരാറ്. ഇങ്ങാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിച്ചെങ്കല്ലോ അതേ ടിക്കറുടെ പോയിന്റ്. ഇങ്ങാരും എന്താക്കിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാണ്ട് ഇലാഹ് ഉണ്ടുണ്ട് ഇങ്ങാരും ചൊന്നിട്ട് ഈ ചൊന്ന 4 വിഭാഗം ചൊന്നിട്ട് അള്ളാഹു അല്ലാണ്ട് വേറെ ഇലാഹ് ഉണ്ടുണ്ട് അങ്ങോട്ട് ചൊന്നരെന്തര് ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാണ്ട് ഇലാഹില്ല. മാത്രം അവിടെ എന്താക്കിയാറ് അതിലെ അർത്ഥത്തെ വിശദീകരിക്കുന്നവിടെ അങ്ക് എന്തായിപ്പോയിട്ട് തപ്പിപ്പോയിട്ട് അവിടെ ഇട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് എന്തിനായിട്ടിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായിട്ടിക്കറ് ഒന്നാമത്തെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ മാഷാ അല്ലാഹു ബറകല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അതായിട്ടിക്കറ് അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, സ്വഹാബിമാരെ ജീവന പരിശോധിക്കുമ്പോൾ സ്വഹാബിമാരെ നമുക്ക് പഠിപ്പാട്ടി തന്നത്, താബിഈങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നത്, 4 മദ്ഹബിലെ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നത്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അങ്ങനെ തുടങ്ങി ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാരെല്ലാരും ഹിജ്റ 900 പണ്ഡിതന്മാരെല്ലാരും ഒരേപോലെ പഠിപ്പാട്ടി തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥ ആശയം എന്തേ ഇതായിട്ടിക്കർ. ഇത് 900 പുതിയ വിശദീകരണ അല്ലെങ്കിൽ ಅದಕ್ಕೆ മുന്നലും ಬೇರೆ ചില വിശദീകരണങ്ങൾ ಬಂದಿಲ್ಲ. ലാ ഹാക്കിമ ഇല്ലല്ലാഹ് ಅದಕ್ಕೆ തെല്ല മുന്നലേ ಬಂದಿಲ್ಲ. അതിന് ഞങ്ങളെ റായത്ത് ഞങ്ങൾ കേട്ടവില്ല പുതിയ വിശദീകരണ ലാ ഖാലിഖ ഇല്ലല്ലാഹ് വന്നത് ആ ഒരു സന്ദർഭത്തിലായിട്ടിക്കർ. ആയെങ്കില ഏത് കാലത്തിലും അഹ്ലുസുന്നത്തെ ഇമാമിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായിട്ടിക്കർ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. എന്തിനാ അതിന്റെ അർത്ഥം? ലാ മഅബൂദ് അല്ലാഹു അല്ലാണ്ട് ആരാധ്യ ഇല്ല. അങ്ങനെ ചൊന്നെങ്കിൽ ശരിയാവുക. ലാ മഅബൂദ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ശരിയാവുക അർത്ഥം. അല്ലാഹു അല്ലാണ്ട് ആരാധ്യ ഇല്ലാണ്ട് ചൊന്നെങ്കിൽ അർത്ഥം ശരിയാവുക ചൊല്ലുക ഇല്ല. കാരണം എന്ത്? അല്ലാഹു അല്ലാണ്ട് ആൾമാർ എന്താക്കാറ് വിഗ്രഹത്തെ ആരാധിக்கிறവങ്ങളാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിக்கிறവങ്ങളാറ്, ഔലിയാക്കന്മാർ ആരാധിக்கிறവങ്ങളാറ്, സ്വാലിഹീങ്ങൾ ആരാധിக்கிறവങ്ങളാറ്. അപ്പൊ അതുകൊണ്ടായിട്ട് പണ്ഡിതന്മാർ ചൊന്ന ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാണ്ട് യഥാർത്ഥത്തില് ആരാധ്യ ഇല്ല. വേറൊരർത്ഥത്തിൽ ചൊന്നെങ്കിൽ ആരാധനക്കർഹനായിട്ട് അള്ളാഹു അല്ലാണ്ട് വേറെ ആരുമില്ല. ചില പണ്ഡിതന്മാർ ചൊന്നാറ് ബിഹഖ്ഖിൻ ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്. അങ്ങനെ ഇട്ടിക്കറ് ചൊല്ലുന്നുണ്ട്. ചില ഭാഷാപരമായ കാരണം കൊണ്ട് ചൊന്നുള്ളത്. ഏതായെങ്കിലും അതിന്റെ അർത്ഥം എന്തേ? അള്ളാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹനായിട്ട് എന്തില്ല ആരും ഇല്ല. അപ്പൊ ഊടായിട്ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ എന്തിനെ ഇബാദത്ത് ചൊല്ലുന്നു. ഇബാദത്ത് ഇതിക്ക് മുന്നുള്ള ഒരു ക്ലാസ്സിൽ ഞങ്ങൾ എന്താക്കിറ അത് ചെറിയ രൂപത്തിൽ അതൊരു വിശദീകരണം ഞങ്ങൾ തന്നരാ. എപ്പ ഇട്ടിക്കറ ഒരു കാര്യം ഇബാദത്താവരെ മഅബൂദ് ചൊന്നെങ്കിൽ ആരാധ്യ ഇട്ടിക്കറ്. അപ്പൊ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത കാവുമ്പത്ത് കട്ടിക്കറ് എന്തിനാ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫോൾട്ട് പണ്ട്. അപ്പൊ എന്തിനാ ഇബാദത്ത് ചൊന്നെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുന്നു ഇബാദത്ത് ചൊന്നിട്ടായെങ്കിൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹ്. അതെന്തരേ അതൊരു പേരായിട്ടിക്കറ്. എന്തുകൊള്ള പേര്? ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹ്.
അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ എല്ലാത്തുക്കുമുള്ള പേരെന്തിന്? ഇബാദത്തായിട്ട്. അപ്പൊ ഇബാദത്തുണ്ടായെങ്കിൽ എന്താവണോ? ഒരു കാര്യം എപ്പ ഇബാദത്താവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ എല്ലാം എന്തിനായിട്ടിക്കറ്? അത് ഇബാദത്തായിട്ടിക്കറ്. അത് എന്തെല്ലുണ്ട്? മിനൽ അഖ്വാലി വൽ അഅമാൽ. അത് ചിലപ്പോൾ ചൊല്ലതായിട്ടിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രവർത്തനമായിട്ടിക്കും. അൽ ബാത്തിന വൽ ദാഹിറ. അത് പരസ്യമായിട്ട് പിന്നെ പുറത്ത് കാണ്ടതുണ്ട്, ചിലപ്പോൾ ഞങ്ങളെ ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമുണ്ട്. അതെന്തിനായിട്ടിക്കറ്? അത് ഇസ്ലാമിന്റെ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസ പ്രകാരം അത് ഇബാദത്തായിട്ടിക്കറ്. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ക്ലിയർ ആയിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് തൃപ്തിപ്പെടുന്നത്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവിടെ ഒരു പോയിന്റ് ആഡ് ആക്കുന്നുണ്ട്. എന്തിന്? അള്ളാഹു ഇഷ്ടപ്പെടുന്നത് തൃപ്തിപ്പെടുന്നത് ആര് തീരുമാനിക്കണായ? ഞങ്ങൾ തീരുമാനിക്കണായമാ? അല്ല, അതാര് തീരുമാനിക്കണായത്? അത് അള്ളാഹു തീരുമാനിക്കണായത്. അള്ളാഹുയുടെ റസൂലിന്റെ മുഖാന്തരം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നായത്. പിന്നെ ഒരു അർത്ഥത്തിൽ ചൊന്നെങ്കിൽ ഖുർആനിലും ഹദീസിലും ഇന്നത്. അപ്പൊ ഖുർആനിലും ഹദീസിലും ഇന്നത് ഇല്ലാത്തത് എന്തരല്ല? അത് ഇബാദത്തല്ല, അത് ബിദ്അത്തായിട്ടിക്കൽ. അത് പിന്നൊരു വിഷയം. അപ്പൊ ഏതായെങ്കിലും ഇബാദത്ത് ചൊന്നേണ്ടായെങ്കിൽ എന്തിനെ? ഇബാദത്ത് ചൊന്നേണ്ടായെങ്കിൽ ഇതായിട്ടിക്കൽ. അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ എല്ലാ ഇബാദത്തായിട്ടിക്കൽ. ഇനി ഇവിടെ ഒരു വിഷയ കൂടി ആഡ് ആക്കുന്നു. ഇബാദത്തിനെ വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാർ ചൊന്നാറ് ഇബാദത്തിന് 3 റുക്കുനുണ്ട്, 3 സ്തംഭവും. ഈ 3 കാര്യം ഉൾക്കൊള്ളുമ്പത്ത് കയറ്റിക്കറ് അല്ലെങ്കിൽ ഉണ്ടാവുമ്പത്ത് കയറ്റിക്കറ് ഒരു ഇബാദത്താവുന്നുണ്ട്. ഒരാൾ അല്ലാഹുവിനെ ഇബാദത്താക്കുമ്പത്തുകു കമാലുൽ ഹുബ്ബ്, പരിപൂർണമായ ഹുബ്ബ് അവൾക്ക് വേണം. അപ്പൊ അവിടെ ഞങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. ദുനിയാവിലും ഏതെങ്കിലും ഒരു മനുഷ്യരൊട്ടിക അബുദ് ചൊല്ല, അടിമ എന്നു വെച്ചുണ്ടല്ലോ. ഒരു അടിമ അവിടെ യജമാന് ചൊന്നതെല്ലാം ചിലപ്പോൾ കേൾക്കും. ഇന്നത്തെ കാലത്ത് അടിമയില്ല, അടിമ ഇന്നപ്പ എല്ലാം ചൊല്ലതെല്ലാം എന്താക്കറ കേൾക്കറ. അയങ്ക കമാലുൽ ഹുബ്ബ് ഉണ്ടാവണിട്ടില്ല, പിർസ കൊണ്ടിട്ടുണ്ട പരിപൂർണമായ പിർസത്തോടു കൂടി യജമാന ചൊല്ലതെല്ലാം കേൾക്കറ്. അങ്ങനെ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാവില്ല. അത് അള്ളാഹുരെ ഇബാദത്ത് എടുക്കുമ്പോൾ കയറ്റിക്കറ് എന്തുണ്ടാവും? അതുണ്ടാവും. ഇത് ചൊന്നത് ഞാനൊരു എക്സാമ്പിൾ ചൊല്ലും. മുന്നോട്ട് ചൊന്നതേ എക്സാമ്പിൾ, അത് എന്നോടൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാവും. രണ്ടാമത്തേത് കമാലു റജ, പരിപൂർണമായ പ്രതീക്ഷ വേണം. ഇപ്പൊ ദുനിയാവിൽ ഒരാളുടെ ഞങ്ങൾ കട കേൾക്കോ പോണ്ട്, ഞങ്ങ ആയത്ര എന്താക്കിയാലും മുന്നോലും കീഴായ അയാളുടെ കാലുക്ക് പോകുന്ന കാലുകൂടെ സരിണ്ടല്ല ചൊല്ലേ എത്രയെല്ലാം ഞങ്ങൾക്ക് കീഴാവുക അത്രയെല്ലാം ഞങ്ങൾക്ക് കീഴാവുക. ആയെങ്കും ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഉണ്ടായാലും തണ്ടുണ്ട് ഇല്ല, ഒരു 99% ഇക്കും. ആയെങ്കും 1% എന്തിരിക്കറ് കുറവെടുക്കറ്. മാത്രം അള്ളാഹു ഇബാദത്താക്കും അങ്ങനെമാ കമാലു റജ, പരിപൂർണമായ പ്രതീക്ഷ എന്തുകൊണ്ട് ഞങ്ങൾക്കൊണ്ട്. മൂന്നാമത്തേത് കമാലുൽ ഖൗഫ്, പരിപൂർണമായ പേടിയും അള്ളാഹുരുടെ വിഷയത്തിൽ കൊണ്ട്. ഇപ്പൊ അബ്ബ ഉമ്മ ഒരു വിഷയം ആക്കണ്ടാണ്ട് ചൊന്നാറ് അത് ഞങ്ങ ആക്കണ്ട ചൊന്നതെല്ലാം ഞങ്ങ ആക്കാണ്ടിക്രമ മക്കളുടെ കേക്ക്. അബ്ബ ഉമ്മ ആക്കണ്ട ചൊന്നതെല്ലാം ഞങ്ങ ആക്കാണ്ടിക്രമ. ചിലതെല്ലാം അബ്ബ ഉമ്മ ഗൊന്തില്ലാണ്ട് ഞങ്ങ എന്താക്കറ ആക്കറ. അപ്പൊ പേടി ഉണ്ട്, ഫുള്ള് പേടിയില്ല, ഒരു 80% പേടി, 20% എന്തുണ്ട് കുറവുണ്ട്. വലിയക്ക് അബ്ബ ഉമ്മരെ ചൊല്ലുണ്ട്, വലിയക്ക് ചിലപ്പോൾ എന്തൊരു ചൊല്ല വേറെ എന്തെങ്കിലും പെഞ്ഞായിമാരെല്ലാം വേണമെങ്കിൽ ചൊല്ലാം. അയങ്ങളെ ഇവിടെ നോക്കറ നിങ്ങ അള്ളാഹുരട്ട് അങ്ങനെമാ കമാലുൽ ഖൗഫ്, പരിപൂർണമായ പേടി അല്ലേ? അള്ളാഹുരെ പരിപൂർണമായ പേടിയായിട്ട് അള്ളാഹുരെ സംബന്ധിച്ചു. അപ്പൊ ഇത് 3 ഒരാളുടെ ഇബാദത്ത് ശരിയാവണമെങ്കിൽ വേണുണ്ടേക്ക്. ഇതിൽ 3 ഒന്നിനെങ്കിലും മയ്യാവില്ല, ഇതിൽ 3 ജണ്ടിനെങ്കിലും മയ്യാവില്ല, ഇത് 3 വേണം. അതെന്തുകൊണ്ട് അങ്ങനെ ചൊന്നേ? ഇതിൽ 3 ഓരോന്ന് മാത്രം സ്വീകരിച്ച ആൾമാരുള്ള. ഉദാഹരണത്തിന് കമാലുൽ ഹുബ്ബ്, പരിപൂർണമായ ഹുബ്ബ് മാത്രമുള്ള ആൾമാർ അങ്ങായിട്ടിക്കറാൻ സൂഫിയാക്കന്മാർ. അനക്ക് ഹുബ്ബ് മാത്രമല്ല അള്ളാഹു, അതായിട്ടിക്കറാൻ ചൊന്നു അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാക്കറേ അള്ളാഹു ലയിച്ചു ചേരേണ്ടെന്ന് ചൊന്നാർ. അനക്ക് ഹുബ്ബ് മാത്രമല്ല, പിന്നെ നിസ്കാരം വേണ്ട. യക്കീൻ എത്ര എടുത്തോളം മൈൻ അവിടെ അള്ളാഹു യക്കീന് കൊണ്ട് ഉദ്ദേശിക്കുന്ന മരണായിട്ടിക്കറ്. സൂഫിയാക്കന്മാർ ചൊല്ല അതൊരു യക്കീന് ചൊല്ലൊരു മർത്തബുണ്ടോ, ആ മർത്തബത്തിനെത്തി പിന്നെന്തിന വേണ്ട, പിന്നെ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, പിന്നെ 40 അടിയാവും, ഒരു തടി മക്കത്ത് ഒരു തടി മദീനത്ത് നിസ്കരിക്കറ്. അപ്പൊ കമാലുൽ ഹുബ്ബ് മാത്രമില്ല എനിക്ക്. അപ്പൊ എന്താവൂല? അവന്റെ ഇബാദത്ത് ശരിയാവില്ല, ഹുബ്ബ് മാത്രമേ ആവില്ല. ഇനി ചില ആൾമാർക്ക് പ്രതീക്ഷ മാത്രം. അത് അങ്ങനെ ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു വിഭാഗം, മുർജിഅ ചൊല്ലുന്ന വിഭാഗം. അങ്ങനെ വിശ്വാസം എന്തരെ എന്ത് തപ്പാക്കിയെങ്കും ഒരു പ്രോബ്ലം ഇല്ല, എന്ത് വേണമെങ്കിൽ ആക്ക ഒരു മനുഷ്യൻ, എന്തും പ്രോബ്ലം ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ നമുക്ക് പുറത്തണ്ട.
അള്ളാഹു ഗഫൂറായിട്ടിരിക്കും. അപ്പൊ എന്ത് വേണമെങ്കിൽ ആക്കാം, അതും ശരിയാവില്ല. മൂന്നാമത്തേത് പേടി മാത്രമുള്ള ആൾമാർ, അങ്ങായിട്ടിക്കാറ് ഹവാരിജുമാർ. അങ്ങനെ വിശ്വാസം എന്തേ എന്തെങ്കിലും ഒരു തപ്പാക്കി ഒരാൾ ഒൻപാപ്പാക്കി സത്യക്ക് അയാൾ ഇസ്ലാമിനെ പുറത്തു പോയി. അങ്ങക്ക് പരിപൂർണമായ ഹൗഫ്, പേടി മാത്രമില്ല. എനിക്ക് പരിപൂർണമായ പേടിയിട്ടല്ല, പേടി മാത്രമില്ല. അപ്പൊ അതും ശരിയാവില്ല. ഇത് മൂന്നും ആഡ് ആവുമ്പോഴത്തേക്ക് എന്തിനാ ഒരാളുടെ ഇബാദത്ത് ശരിയാവുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഇത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണായതായിട്ടിക്ക്, ഞങ്ങൾ മനസ്സിലാക്കണ വിഷയത്തിക്ക്. ഇത് പഠിക്കണ്ടാത്ത വിഷയം ഉണ്ടെങ്കിൽ പണ്ഡിതന്മാര് സാധാരണ ആൾമാർക്ക് പഠിക്കുക വേണ്ടിയിട്ട് എന്താക്കലാത്ത്, എഴുതി വെക്കലാത്ത് അല്ലേ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബ് എഴുതിരല്ല, അഖീദത്തുൽ വാസിത്തിയ ചൊല്ലിക്കത്തെ കിതാബ്. ആ കിതാബിന്റെ പ്രത്യേകത എന്തിന്, ആ കിതാബ് ആലിമീങ്ങ നൽകിയതല്ല. ഇണ്ട് ഞങ്ങൾ ആലിമീങ്ങരെ പഠിച്ചിട്ടത് പഠിച്ച ആലിമീങ്ങലരെ ഞങ്ങൾ എന്താക്കിയുള്ള അത് പഠിക്കുക. അതൊക്കെ വലിയ വലിയ ഷറഹുള്ള പണ്ഡിതന്മാർ എഴുതിയ. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്, അയാൾക്ക് ഒരു ലെറ്റർ പണ്ട് ഒരു റായത്തുള്ള ആൾമാര് അഹ്ലുസുന്നത്തിലെ അഖീദ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തറന്നു ചൊല്ലിട്ട് ഒരു ലെറ്റർ എഴുതിയപ്പ ಅದಕ್ಕೆ ಅಸರು ಮಗರಿಬ್ರ ಎಡಲಾಯ ಎಲ್ದಿ ಕೊಡ್ತಕ್ಕೆ ತೋರ್ ಲೆಟರ್ ಇಟ್ಟಿಗಿರಂದ್ರೆ ಅಲ್ಲ ಅಕೀದತುಲ್ ವಾಸಿತಿಯ ചൊല്ലിക്കത്തെ കിതാബ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ എത്ര പഠിച്ചത്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്ക് പഠിക്കുന്നില്ല, സാധാരണ ആൾമാർ പഠിക്കുന്നില്ലത്. ആലിമീങ്ങ മാത്രം പഠിച്ചമായാവല്ലോ. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം ചൊല്ലിക്കെಂದ್ರೆ എല്ലാ മുസ്ലിം എല്ലാ ഇൽമും പഠിക്കണമല്ല, നിർബന്ധമായി പഠിക്കേണ്ട ഇൽമുണ്ട്. ആ നിർബന്ധമായി പഠിക്കേണ്ട ഇൽമിൽ പെട്ടതായിട്ടിക്കരുത്. അപ്പൊ ഈ ഞങ്ങൾ എന്തെಲ್ಲ പഠിച്ച ഒന്നങ്ങ പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥ മഹത്വം ഞങ്ങൾ പഠിച്ച, അതിലെ അർത്ഥ തപ്പിപ്പോയ ആൾമാരെ പഠിച്ച, യഥാർത്ഥ അർത്ഥം പഠിച്ച, ഇബാദത്ത് എന്തിനായിട്ടും ഞങ്ങൾ ഇവിടെ പഠിച്ച. ഇനി നോക്കൊരു സഹോദരന്മാരെ, ഞങ്ങൾ അതിലെ സ്റ്റാർട്ടിങ് ചില പ്രധാനപ്പെട്ട വിഷയത്തെ ഞങ്ങൾ ഇവിടെ പഠിച്ചു മനസ്സിലാക്കുക. നോക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച് ചൊല്ലത് നമുക്ക് കാണുക സാധ്യവും. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവനത്തിൽ നമുക്ക് കാണാം. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവനത്തിൽ ഒരു കവി, ആ കവിയുടെ പ്രത്യേകത ആൾമാരെ എപ്പോഴും പറഞ്ഞിട്ട് കവിത എഴുതിയോന്നാണ്. പേര് ഫറസ്ദക്ക് ഉണ്ടായിട്ടിക്ക് ആ കവിയുടെ പേര് എപ്പോഴും പറഞ്ഞിട്ട് കവിത എഴുതുറാണ്. എല്ലാരെയും പറഞ്ഞിട്ട് ബായിക്ക് വന്ന ആയെങ്കിൽ തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അയാൾ ഒരു ജനാസത്തെ മുന്നോൽ വന്നപ്പ അയാളുടെ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഖബറിന്റെ മുട്ടൊക്കെ എടുത്ത് മാദാ അഅദത്ത ലഹ, ഈ ഖബറിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഉണ്ടാക്കി വെച്ചിട്ടാക്കി എടുത്ത്. അപ്പൊ ആ കവി ചൊന്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ ചൊല്ലല്ലോ. തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ എന്തുമാവാണ്, തൗഹീദുള്ളൂ പിന്നെ എന്തുമാവാം അല്ലെ. അതേപോലെ ആയാലും ചൊല്ലും നക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, നാ ഖബറിന് വേണ്ടിയിട്ട് എന്തിനാക്കി വെച്ചിരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി വെച്ചിരാ. അപ്പൊ ഹസനുൽ ബസരി ചൊല്ലുന്നു ശരി അൽഹംദുലില്ലാഹ്. അയെങ്കില ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു മിഫ്താഹ് ആയിട്ടിക്കറ്, താക്കോലായിട്ടിക്കറ്. താക്കോലിಗೆ എന്തിരിക്കറ് ഫൈന്ന ലഹ അസ്നാന, ആ താക്കോലിಗೆ പല്ലുണ്ട്. പല്ല് ചെന്നെങ്കിൽ ഒരു താക്കോല് അതൊരു സ്റ്റെപ്പ് പല്ലിക്കറല്ലേ. അപ്പൊ അയാൾ ചൊല്ല ಅದಕ್ಕೆ പല്ലുണ്ട്. അപ്പൊ നീന് സരീത്ത പല്ലുള്ള താക്കോല് കൊണ്ടുപോയിട്ട് തുറന്നെങ്കിൽ മാത്രം നിക്ക് ഡോർ എന്താവരെ എന്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്നല്ലേ, സ്വർഗത്തെ താക്കോലല്ലേ. മാത്ര ആ താക്കോല് സരീത്ത പല്ലുള്ള താക്കോല് കൊണ്ടുപോയിട്ട് നീ സ്വർഗത്തെ തുറന്നെങ്കിൽ മാത്രം നിക്കെന്താവരെ സ്വർഗം ഓപ്പൺ ആവരുത്, അല്ലെങ്കിൽ നീ സ്വർഗത്തേക്ക് പ്രവേശിക്കുന്നു നിൽക്കാവരുത്. നീ കൊണ്ടുപോണ്ട താക്കോലിൽ പല്ല് ശരിയില്ലെങ്കിലാ നിക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കുകയാവില്ല. പിന്നെ ഒരു റിവായത്തിൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ അർക്കാനുണ്ട്, അത് പാലിച്ചെങ്കിൽ മാത്രമാണ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി വെച്ചു. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് പരിപൂർണാവരുത്. ഞങ്ങൾ ചൊന്ന നാവുളു ചൊന്ന സത്യക്ക് എന്താവില്ല, അത് പരിപൂർണാവില്ല. അതുകൊണ്ടിട്ടായിട്ട് ഇമാമിങ് അതിൻ്റെ തങ്ങ എടുത്ത വിഷയം തരെ ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ നിബന്ധന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, കുറെ കണ്ടീഷൻസ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്ത് ചൊന്നിട്ട് പഠിപ്പാറ്റിയതല്ല. ചില ആൾമാർ കേൾക്കാറ് ഇതല്ല ചൊല്ലുമ്പത്തു ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്ത് ചൊന്നിട്ട് പണ്ഡിതന്മാർ പഠിപ്പാറ്റിയതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റിയതാ. എവിടുണ്ട് നബിയുടെ ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 7 ഷർത്തുണ്ട്. നിസ്കാരത്തേക്ക് പോണാല് ഷർത്തുണ്ട്, ഹദീസിലുണ്ട്. നിസ്കാരത്തെ പോണാല് ഷർത്ത്, ഒന്നാമത്തത് ഇത്, രണ്ടാമത്തത് ഇത്, മൂന്നാമത്തത് വിശ്വാസം പഠിപ്പാട്ട് ഹദീസിലുണ്ടാ ഉണ്ടാ ഇല്ല. അത് ഖുർആനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നിട്ടും പണ്ഡിതന്മാർ എന്താക്കിയതായിട്ടിക്കറ്
ക്രോഡീകരിച്ചതായിട്ടിക്കറ. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ ഷർത്തും പണ്ഡിതന്മാർ എന്താക്കിറാറ് ഖുറാനിൽ നിന്നിട്ടും ഹദീസിൽ നിന്നിട്ടും ക്രോഡീകരിച്ചിറാറ്. ഒരു ഉദാഹരണം ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ വിഷയത്തിൽ ഒന്നാമത്തെ ഷർത്ത് പഠിപ്പാട്ടിയത് അൽ ഇൽമായിട്ടിക്കർ. ആ ഇൽമനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടും എന്താക്കിട്ടില്ല. ഒരാള് മരിക്കുമ്പൊത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളെപ്പോഴും കേൾക്കുന്ന ഹദീസായിട്ടിക്കർ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തു മരിച്ചെങ്കിൽ അവന് സ്വർഗത്ത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലി അത് മാത്രമല്ല ചൊന്നത്. പിന്നെ ഒരു ഹദീസ് നോക്കിയും കാണാം, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ വിഷയത്തിൽ എന്തിനു വേണം? ഇൽമു വേണം. അപ്പൊ ഒരു ഹദീസ് മാത്രമല്ല, 2-3 ഹദീസ് ഞങ്ങൾ പരിശോധിച്ചു നോക്കണമെങ്കിൽ ചൊന്നെങ്കിൽ മാത്രമയ്യാവില്ല, പിന്നെ എന്തിനു വേണം? വഹുവ യഅലം, അവനക്ക് ഇൽമു വേണം. അപ്പൊ ആ ഹദീസിന്റെ പണ്ഡിതന്മാരെടുത്താൽ ഇൽമു വേണം. അങ്ങനെ ഓരോ ഹദീസും ആയത്തും പരിശോധിച്ചിട്ട് അതിൽ നിന്നിട്ടായിട്ട് പണ്ഡിതന്മാരെന്താക്കിയത് ഈ ഷർത്തിനെ ക്രോഡീകരിച്ചെടുത്തത്. അപ്പൊ 7 ഷർത്തായിട്ട് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചു. ചില ഇമാമിങ്ങ 8ഉം ചില ഇമാമിങ്ങ ഒലിമ്പും ആക്കിയതാണ്. അത് 7 ചുരുക്കുക കാരണം ഈ 8ഉം ഒലിമ്പും ഉള്ളത് ഓൾറെഡി എന്തായാലും 7 വന്നത് ഒന്നും. രണ്ടാമത്തേത് ഈ ഷർത്ത് കാണാണ്ട് പഠിച്ചിട്ട് ചൊന്നെങ്കിൽ ആയില്ല ശരിയാവുന്നുണ്ട് എന്താക്കിയിട്ടില്ല പണ്ഡിതന്മാർ ചൊന്നിട്ടില്ല. അങ്ങനെ ചൊന്നിട്ടില്ല പണ്ഡിതന്മാർ. ഇതിൽ ഏറ്റവും പ്രധാനമായത് എന്തേ ഇതനുസരിച്ചിട്ടുള്ള അമലായിട്ടിക്കർ ഏറ്റവും പ്രധാനമായത്. ആയെങ്കിലും അത് പഠിച്ചു വെച്ചെങ്കിൽ ಅದಕ್ಕೆ ಮಹತ್ವ. ಇದರ ഒന്നാമത്തെ മഹത്വ ഈ കലിമത്തൊരൊട്ടിക്കുള്ള ഞങ്ങൾക്കുള്ള ഇഷ്ട, ഞങ്ങളെ മഹബത്ത് അല്ലെ. ഒരു വിഷയത്തെ ഞങ്ങൾക്ക് ಯಾರ ഇഷ്ടം ഞങ്ങൾ എന്താക്കറ, ഒരു പ്ലെയറെ ഞങ്ങൾക്ക് ಯಾರ ഇഷ്ടം ഞങ്ങൾ എന്താക്കറ അല്ലെ. ഞങ്ങൾ ಯಾರ പഠിക്കറ അത് ശരിയാ തപ്പത് വേറെ വിഷയം. ആയെങ്കിൽ ഞങ്ങൾ എന്താക്കറ ഏതെങ്കിലും ഒരു വിഷയത്തെ ഞങ്ങൾക്ക് ഇഷ്ടക്കുമ്പോൾ ഞങ്ങൾ അതിൽ പഠിക്കുകയും കാണാണ്ട് പഠിക്കുകയും എല്ലാം ഞങ്ങൾ ശ്രമിക്കറ. അപ്പൊ ഞങ്ങൾ ഇണ്ട് ക്ലാസ്സിൽ ഫസ്റ്റിൽ പിന്നെ കേട്ടതുപോലെ ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണായ 4 പരലോകത്തുക്ക് പോയിട്ടായെങ്കിൽ ഞങ്ങളെ എല്ലാ തപ്പും അല്ലാഹു പൊറത്തു തന്നിട്ട് സ്വർഗത്തുക്ക് പ്രവേശിപ്പിക്കുക കാരണാവുരക്കത്തെ ഈ ഒരു കലിമത്ത് അതിലൊട്ടിക്ക് ഞങ്ങൾക്ക് എത്ര ഇഷ്ടം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കംപ്ലൈന്റ് വന്നു ചൊന്നാറല്ലേ സഹാബിമാർ. മസ്ജിദ് ഖുബായിൽ ഇമാമായിട്ടിരുന്ന ഒരു സഹാബി. ആ സഹാബിയുടെ പ്രത്യേകത അയാൾ ചന്ത ഓതിയോ ഇത്ത അയാളെ ഓത്തെല്ലാവർക്കും ഭാര്യ ഇഷ്ടം. മാത്ര അയാളുടെ ഒരു പ്രോബ്ലം എന്താ, എല്ലാ റക്കാത്തിലും അയാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയോ ഇತ್ತು. ಬೇರೆ ಸೂರತ್ ಹೋದ್ರು ಅದರೊಟ್ಟಿಗೆ ಎಂದ್ರೆ ಹಾಕಿ ಸೂರത്തുൽ ഇഖ്ലാസ് ഓതിയോ. അത് ചില സഹാബിമാർക്ക് എന്തായിട്ട് ഒരു വസ്വാസായിട്ട് അല്ലെങ്കിൽ എപ്പം എല്ലാ റക്കാത്തിലും ഓതുമ്പോഴത്തേക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരു ഇതാവുമല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കംപ്ലൈന്റ് ചൊന്നാർ, നബി ഇങ്ങനെ ആക്കിയോണ്ടു. അയാളുടെ ചൊന്നപ്പോ അയാൾ ചൊത്തു നിങ്ങൾ എന്നെ ചേഞ്ച് ആക്കോ, ಬೇರೆ ഇമാമർ ബെക്കോർ നിങ്ങൾ. അപ്പൊ നബി ഇട്ട വന്നാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വിളിച്ച് കേൾത്തി എന്തെങ്കിലും നീ അങ്ങനെ ഓതിരി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നക്ക ആ സൂറത്ത് എന്തൊരു നക്ക് ഇഷ്ട, കാരണം അത് അള്ളാഹുവിന്റെ സിഫത്തായിട്ടിക്കർ, അത് തൗഹീദിന്റെ സൂറത്തായിട്ടിക്കർ, അതുകൊണ്ട് നക്ക് ഇഷ്ടായിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഹുബ്ബക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിനക്ക് അതിരൊട്ടിക്കുള്ള ഇഷ്ടം നിന്റെ സ്വർഗത്തിക്ക് പ്രവേശിപ്പിക്കട്ടെ. അപ്പൊ ഒരു കലിമത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ അതിരെ ഭാഗമായിട്ടിക്കരെന്തേ ഇത് കാണാണ്ട് പഠിക്കുക, അവരങ്ങ് പഠിക്കരേ അതിരെ ആയത്തും അതിരെ ഹദീസും അല്ലെങ്കിൽ അതിരെ മനസ്സിലാക്കുക, അവരങ്ങ് ആ രൂപത്തിൽ മനസ്സിലാക്കരുത് എന്തിരെ ഇട്ടിക്കര് അതിരെ ഒരു മഹത്വത്തിൽ പെട്ടതായിട്ടിക്കര് ചൊല്ലത് കൂടെ ഞങ്ങ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നോക്കറ നിങ്ങ ഈ ഷർത്തിൽ പണ്ഡിതന്മാര് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്റെ ഒന്നാമത്തെ ഷർത്ത് അതിരെ ഒന്ന് വിശദീകരിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമു ഇട്ടിക്കർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ ഇൽമു വേണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം ബിക ഇൽമു വേണം, അത് പഠിച്ചിട്ടിക്കണോ. അതിലെ ഇൽമരെ കൊറിയ ഭാഗം നമ്മൂടെ പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൽമരെ വിഷയത്തിൽ ചൊല്ലുമ്പത്തുകയും പണ്ഡിതന്മാർ ചൊല്ല ഒന്നാമത്തെ വിഷയ ഈ 7 ഷർത്തിലും അതോടെ പഠിക്കൂല. പിന്നെ ഒരു വിഷയം എന്തേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതുണ്ട്. ഇൽമരെ ഓപ്പോസിറ്റ് എന്തേ ജഹലിക്ക് കുത്തിയറ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ പരിപൂർണമായ ഇൽമു നിങ്ങൾക്ക് വേണം. അവിടെ ഇട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഒരാള് മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാള് സ്വർഗ്ഗത്തിക്ക് പ്രവേശിക്കറപ്പ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവന പൂർത്തി ചൊന്നോ ഇന്ന എല്ലാ വക്തിലും നിസ്കാരത്തിൽ പിന്നെ 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊണ്ട അവിടെ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നറ, അതുകൊണ്ടിട്ടല്ല സ്വർഗ്ഗത്തിൽ പോകണ്ടേ. പിന്നെ എന്തിനു വേണു? ഇൽമു വേണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തില് ഇൽമില്ലാത്തത് കൊണ്ടിട്ടായിട്ടിക്കര്
ഞങ്ങളെ റായത്ത് ഞങ്ങൾ ഉണ്ട് കണ്ടോ ഉള്ളക്കത്തെ ഷിർക്കും അതേപോലെ അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിൽ ഹറാമാക്കിയതായി എന്തെല്ലാം ഉണ്ടാ അതെല്ലാം കണ്ടോ ഉള്ളത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹത്തെ അർത്ഥത്തെ മുസ്ലിം രംഗ മനസ്സിലാക്കാത്തത് കൊണ്ടായിട്ടിരിക്കുന്നത്. അങ്ങനെ ചില ആൾമാര് ചൊന്നിട്ട് മങ്കാക്കിയാറങ്ങൾ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന് നിങ്ങൾ പേടിക്കണ്ട, ലാ ഖാലിക ഇല്ലല്ലാഹ് അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമായിട്ടുള്ള വിശ്വാസത്തില് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ആക്കുറുണ്ട്. എവിടുത്തോളോ ഒരു കുറെ വർഷം മുന്നിൽ ഒരു മുഖാമുഖത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, അള്ളാഹു മാത്രമായിട്ട് ഇലാഹ് ചൊന്നൊരാൾ വിശ്വസിച്ചിട്ട് ഒരാൾ ലാത്തരെയും ഉസ്സരെയും വിളിച്ചിട്ട് ദ്വാരനെങ്കിൽ അത് ഷിർക്കാവുറ? അതൊക്കെ കിട്ടിയ ഉത്തരം എന്തിന്? അത് ഷിർക്കല്ലാണ്ട്. ഒരു 5 വർഷം മുന്നുള്ള ഞങ്ങളെ മൈക്കാലത്ത് നടന്ന ഒരു സംവാദത്തിൽ ഒരു ക്വസ്റ്റ്യൻ എന്തിന്, ഖാലിക്ക് അള്ളാഹു മാത്രമായിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഖാലിക്ക് അല്ലാഹ് ചൊല്ല വിശ്വാസത്തില് ഒരാള് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഇട്ട ദ്വാരനത്തെ എന്തിന് ഫാത്തിഹ സൂറത്തുല്ലങ്കത്തെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ചൊല്ലെ ആ ദുആ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഖാലിക്ക് അല്ലാഹ് ചൊല്ല വിശ്വാസത്തിൽ ഒരാൾ ദ്വാരനെങ്കിൽ അത് ഷിർക്കാവുറാട്ട്. കിട്ടിയ ഉത്തരം എന്തിന്? ഷിർക്കല്ലാണ്ട്. അപ്പൊ ഞങ്ങളെ മുസ്ലിം ഉമ്മത്തിൽ എന്താക്കിറാറ്, ഇലാ ഇലാഹ ഇല്ലല്ലാഹത്തെ അർത്ഥം ചൊന്നു കൊടുക്കുന്നവരെ ഈ മുസ്ലിം ഉമ്മത്ത് തപ്പിപ്പോയിരാറ്. അവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ ചൊന്നു ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപൂർണ്ണാവുന്നുണ്ടായെങ്കിൽ 2 റുക്കുൻ അവിടെ ഖണ്ഡിതമായിട്ട് വരും. ഒന്ന് അന്നഫി, 2 അൽ ഇസ്ബാത്ത്. നഫി ചൊന്നെങ്കിൽ നിരാകരിക്കുക, അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹും ഇല്ലാണ്ട് അവನು വിശ്വസിക്കണം. അള്ളാഹു ഇലാഹെ ನಾನು ಅಲ್ಲಾಹು ಇಬಾದತ್ತಾಕ್ರ ಅದರೊಟ್ಟಿಗೆ ನಾನು ದರ್ಗತ್ತುಗೂ ಹೋಂಡೆ, ಅದರೊಟ್ಟಿಗೆ ನಾನು ಮೊಹಿಯುದ್ದೀನ್ ಶೇಖ್ ಇಟ್ಟು ತೇಡ್ರೆ, ಅದರೊಟ್ಟಿಗೆ ನಾನು ಮಡವು ಸಿಎಂ ಮಡವ್ರ ಇಟ್ಟು ತೇಡ್ರೆ ಚಂದಂಗೊಂಡೆ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ ഉണ്ടാവില്ലേ? പരിപൂർണ്ണ ആവില്ല. അന്നഫി നിഷേധിക്കും, ഇല്ലല്ലാ അല്ലാഹുവിന് മാത്രാക്കും എന്തായിത്തല്ലേ. അപ്പൊ അതായിട്ടിക്കറെന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അത് പഠിக்கிறവിടെ അത് മനസ്സിലാக்கிறവിടെ മുസ്ലിം ഉമ്മത്തിക്ക് തപ്പിപ്പോയി. അത് അള്ളാഹുട്ട മാത്രം കേൾക്കുന്നതായിട്ട്. അപ്പൊ അതൊക്കെ ഒരു ഉദാഹരണം ചൊന്നിട്ടു നാനോട് നിപ്പാട്ടെ നോക്കോറ്. ഞങ്ങളെ റായത്തില് ഒരാളിಗೆ ഇപ്പൊ നോക്കോറ്, നാ ഇപ്പൊ ചൊന്ന ഇബാദത്തിലെ നിബന്ധന നിങ്ങൾക്ക് നാ ചൊന്ന തന്നെ ഈ 3 കാര്യം ഉൾക്കൊള്ളരെ ദൈറ്റിക്ക് ഇബാദത്ത് ചൊന്നു. അപ്പൊ ഒരാളുടെ മനസ്സിൽ ഒരു ബേജാറുണ്ടാവുമ്പത്തും ഉള്ളാലത്തുക്ക് സയ്യിദ് മദനി ദർഗത്തുക്ക് ഒരാൾ എന്തുക്ക് പോണ്ടേ? വെറുതെക്ക് പോണ്ടേ? അല്ല, അയാളുടെ മനസ്സിലുള്ള വിശ്വാസം എന്താ, അവിടെ പോയെങ്കിൽ നന്റെ പ്രോബ്ലം സോൾവ് ആവുറുണ്ടായിട്ടിക്കറല്ലേ വിശ്വാസം. എങ്ങനെ സോൾവ് ആവറ് ചിന്തിച്ചാറ്? എങ്ങനെ സോൾവ് ആവറ്? സിഎം മടവൂർ സയ്യിദ് മദനി വന്നിട്ട് സഹായിക്കറണ്ട അല്ല, അയാള് നമുക്ക് ಗೊತ್ತಿല്ലാത്ത രൂപത്തിൽ അയാൾ എങ്ങനെയെങ്കിലും അത് സഹായം എത്ര ഉണ്ടായിട്ടിക്കറ് മുസ്ലിം ഉമ്മത്തിലെ വിശ്വാസം. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് ഇക്കുണ വിശ്വാസമല്ലേ. എങ്ങനെ നമുക്ക് സഹായം കിട്ടറ് ಗೊತ್ತಿല്ലാത്ത രൂപത്തിൽ നമുക്ക് സഹായം കിട്ടത് ആരിൽ നിന്നിട്ട് മാത്രമേ എത്തിക്കറ്? അള്ളാഹുവിൽ നിന്നിട്ട് മാത്രം. അതേ വിശ്വാസം ഒരു വലിയ വിഷയത്തിൽ വന്നപ്പോ അത് എന്തായിത്തത്? അത് അള്ളാഹു അല്ലാത്തക്ക് കൊടുക്കുന്ന ഒരു ഇബാദത്തായിത്തത്, അത് ഷിർക്കായിത്ത്. അപ്പൊ ಅದರ ಗೌರವತೆ ಮುಸ್ಲಿಂ ಉಮ್ಮತ್ತು മനസ്സിലാക്കണം ചൊന്നൈറ്റിക്കർ കൂടെ ഞങ്ങ പഠിക്കുള്ളത്. ഇൻഷാ അല്ലാ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങളെ സന്ദർഭ സമയ പോലെ ഞങ്ങ പഠിച്ചു മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്കുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ കലിമത്ത് നാളെ മഹത്വം നിങ്ങളുടെ ഇതൊരിക്കലും ഇത് ഈ 2 ക്ലാസ്സോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം നിങ്ങൾ പഠിച്ചാറിട്ടല്ല. ഇതൊരു മുഖദ്ദിമ, ഒരു മുന്നോടിയായിട്ടിരിക്കും. ഇനി നിങ്ങൾ ഈ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾ പിന്നെ എന്താക്കണം? പഠിക്കുള്ള സംവിധാനം കണ്ടെത്തിയിട്ട് പഠിക്കണം. അതുക്കുള്ള സംവിധാനം വേണ്ട എത്ര ഉണ്ട്. മലയാളത്തിലും ബാരിൽ തെല്ല് കൊറോടിന്നെങ്കും മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി എത്ര അതുക്കുള്ള സംവിധാനം നിങ്ങൾക്കുണ്ട്. അതെല്ലാം വെച്ചിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾ തയ്യാറാവുള്ളൂ. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യ ഉള്ളേക്കത്തെ ഒരു കലിമത്തായിട്ടിക്കറ് മാത്രമല്ല, ഞങ്ങളെ പരലോകത്തെ ഞങ്ങളെ സ്വർഗ നരകത്തെ നിശ്ചയിക്കരക്കത്തെ ഒരു കലിമത്തായിട്ടിക്കരുത് ചൊന്തു ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടിക്കോ. നോക്കൊരു സഹോദരന്മാരെ, ഈ കലിമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരിൽ നിന്നിട്ട് പഠിച്ചു മനസ്സിലാക്കിയ ആൾമാർ അല്ലെ ഞങ്ങ വിചാരിക്കുന്ന നക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗൊന്തായിരുന്നു. നാണ് ഇത്ര വർഷ ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ആക്കിയോ എന്നാൽ അതിൽ നിന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. ഇനി നക്ക് തപ്പല. ഞങ്ങളെ റായത്ത് ഫസ്റ്റ് ഞങ്ങളെ ആൾമാർ ചൊല്ലിന്റെ പലക്കായിട്ട് ഞങ്ങളെ റായത്ത് ഫസ്റ്റ് തൗഹീദര പള്ളി ഉണ്ടാക്കിരാറ് നാണ്. അപ്പൊ സഫർ ബാക്കിൽ കാലി ജണ്ടാലി അതിലൊന്ന് നാണ് അങ്ങനെ ചൊല്ലിന്റെ ആൾമാരുള്ളാർ. അപ്പൊ നന്റെ തൗഹീദ് എന്തും ആവല ഞങ്ങളെ റായത്തെ ഫസ്റ്റ് തൗഹീദര ആൾ നാണ്.
ആ നന്റെ തൗഹീദ് എങ്ങനെ നഷ്ടപ്പെട്ടു പോകേണ്ടി ഞങ്ങൾ ചിന്തിക്കുക. നോക്കൊരു ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. എന്തേ അയാളുടെ പേര് ആ വ്യക്തിയുടെ പേര് അബ്ദുല്ലാഹിബിൻ അബി സർഹ് എന്നിട്ടായിട്ട് ആ വ്യക്തിയുടെ പേര് അബ്ദുല്ലാഹിബിൻ അബി സർഹ്. ആ പേര് നിങ്ങൾ എഴുതി വെക്കും. ആരായിട്ടിന്റെ അയാള് നബി സല്ലല്ലാഹു കാത്തിബുൽ വഹി, നബി തങ്ങളെ വഹി എഴുതിയോ ഇന്ന വ്യക്തി. മക്കത്തെ മദീനത്തേക്ക് ഹിജറ പോയിട്ട് നബി മക്കത്തെ മദീനത്തേക്ക് ഹിജറ പോയ റായത്തെല്ലാം വിട്ടിട്ട് ഹിജറ പോയിട്ട് നബിരെ വഹി എഴുതി എടുത്തോ ഇന്നാൾ ജുബിരിൽ അലൈഹി സ്വലാം നബിക്ക് വഹി കൊമ്പൻ ധർമ്മത്തുക്കും അതിരെ എൽദോഗ് നബി സെലക്ട് ആക്കി കൊറോടി ആൾമാരിൽ ഒരാൾ. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തപ്പാട്ടിട്ട് റിട്ടേൺ മക്കത്ത് പോയിട്ട് മുശ്രിക്കായിട്ട് ജീവിച്ചു മുശ്രിക്കായിട്ട് മരിച്ചത് ഞങ്ങൾക്ക് ഇവിടെ കണ്ട് ചരിത്രത്തിൽ കണ്ട്. ഇത് ഒരു ഉദാഹരണമല്ല, എത്ര വേണമെങ്കിൽ ഉദാഹരണം, ഒരു ഉദാഹരണം മാത്രം ചോദ്യമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാം ഐറിട്ട് ഞങ്ങൾ എന്താക്കണ്ട, ഞങ്ങൾ വിചാരിക്കണ്ട. ഈ തൗഹീദ് പഠിപ്പാട്ടിയ നബിയെ ദ്വാരുന്നു ഇന്നെന്തേ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി. അപ്പൊ നിരന്തരമായിട്ട് ഇത് ഞങ്ങൾ പഠിച്ചോണ്ടേക്കും, എപ്പം ഞങ്ങൾ ഇത് കേട്ടോണ്ടേക്കും. തൗഹീദുമായി ബന്ധപ്പെട്ട സ്പീച്ചും ക്ലാസ്സസും എത്ര കേട്ടെങ്കും ഞങ്ങൾ നിപ്പാട്ടൊക്കെ തീര കേട്ടതിരമേ ഞങ്ങൾ എന്താക്കണം, കേട്ടോയിക്കണം. അത് ഞങ്ങളെ കൽബിൽ ഗട്ടിയാവും. ആ വിഷയത്തിൽ വേറെ വിഷയം എല്ലാ വിഷയത്തിൽ ഷെയ്ത്താൻ ഞങ്ങളെ ഫിത്നത്തിലാക്കിയെങ്കും ഈ തൗഹീദിന്റെ വിഷയത്തിൽ ഷെയ്ത്താൻ ഞങ്ങളെ ഫിത്നത്തിലാക്കും, ഞങ്ങൾ വിട്ടുകൊടുക്കും തീര. അത് ഗട്ടിയാവും ഞങ്ങളെ കൽബുറുകൾ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കരെ തൈമു തോലോ ആ ഗലിക തോലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിന്റെ കലിമത്ത് ഗട്ടിപിടിച്ച് ജീവിക്കരക്കത്തെ യഥാർത്ഥ വിശ്വാസിമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ അപ്പവും വരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ തൗഹീദിനെ ബലിച്ച കിട്ടാത്തെങ്കിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എത്രമാ ആൾമാരുള്ള വയസ്സായവും ബാലക്കാറുമാറും അങ്ങനെ എത്രമാ ആൾമാർ നമുക്ക് എല്ലാവർക്കും ഈ തൗഹീദിനെ ബലിച്ച എത്തുപാട്ടി കൊടുക്കുകയും ഞങ്ങൾക്കും അത് സ്വീകരിക്കുക ഞങ്ങൾക്കും അള്ളാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم رب ارحمهما كما ربيانا صغارا، اللهم رب ارحمهما كما ربيانا صغارا، اللهم رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.